അപ്പോൾ നമ്മൾ പഠിച്ചത് വേപ്പർ പ്രഷർ എന്താണെന്നും അതുപോലെ തന്നെ റൗൾസ് ലോ എന്താണെന്നും പഠിച്ചു. ഇനി റൗൾസ് ലോനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റീവായിട്ടുള്ള ന്യൂമറിക്കൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ന്യൂമറിക്കൽ അത് തന്നെയാണ് എക്സാമിന് വരാറുള്ളത്. ഇനിയും ചോദ്യങ്ങൾ ഞാൻ ചെയ്തു തരും. ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാ ഭാഗത്തെ ചോദ്യങ്ങളും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പാഠത്തിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം ഐഡിയൽ സൊല്യൂഷൻ, പിന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ, പിന്നീട് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു തരും. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ടേം ഉണ്ട്, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ശ്രദ്ധിക്കലായിരുന്നു എന്താണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലോ അറിയാലോ, റൗൾസ് ലോ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ അറ്റ് ഓൾ കോമ്പോസിഷൻ, ഓക്കെ, ഈസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ PS ഈക്വൽ ടു P01x1 പ്ലസ് എന്തായിരിക്കും P02x2 ആയിരിക്കും. അപ്പോൾ ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ PS ഈക്വൽ ടു എന്തായിരിക്കും P01x1 പ്ലസ് എന്തായിരിക്കും P02x2 ആയിരിക്കും. ഇത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അതിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു 30 ml ബെൻസീനും 20 ml ടോൾവീനും മിക്സ് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ മിക്സ് കഴിഞ്ഞതിന് ശേഷം അതിന് മൊത്തം വോളിയം 50 ml തന്നെ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? അത് ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0. എന്താ ഈ ഡെൽറ്റ വി മിക്സിംഗ്? ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിംഗ് മൈനസ് ടോട്ടൽ വോളിയം ബിഫോർ മിക്സിംഗ്. ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിംഗ് മൈനസ് ടോട്ടൽ വോളിയം ബിഫോർ മിക്സിംഗ് 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഡെൽറ്റ വി മിക്സിംഗ്. ഇനി അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മൾ ബെൻസീനും ടോൾവീനും മിക്സ് ആക്കിയിരിക്കാം. ഈ ബെൻസീനും ടോൾവീനും ഒരേ ഹോമോലോഗസ് സീരീസിൽപ്പെട്ട രണ്ട് കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്ററാക്ഷൻ സെയിം ആയിരിക്കും, ഏതാണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ബെൻസീനും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് ഏതിലുണ്ടാവല്? ഇപ്പോൾ നമ്മൾ ബെൻസീൻ എന്ന ലിക്വിഡ് എടുത്താൽ അവിടെ ഉണ്ടാകുന്ന ഇൻറ്ററാക്ഷൻ ഒരു ബെൻസീൻ്റെ അടുത്ത് ഏതേ ഉണ്ടാവും, വേറെ ബെൻസീൻ മോളിക്യൂളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ബെൻസീൻ ഇൻറ്ററാക്ഷൻ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ടോൾവീൻ എടുത്താലോ, അത് പ്യുവർ ആണെങ്കിൽ അതിൽ ടോൾവീൻ മോളിക്യൂളിൻ്റെ അടുത്ത് ടോൾവീനല്ലേ ഉണ്ടാവും. അപ്പോൾ ടോൾവീൻ ഇൻറ്ററാക്ഷൻ എന്ന് പറയും. ബെൻസീനും ടോൾവീനും എന്തായിരിക്കും? ബെൻസീനും ടോൾവീനും ഒരേ ഹോമോലോഗസ് സീരീസിൽപ്പെട്ട മെമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ സെയിം ആയിരിക്കും. അപ്പോൾ അവരുടെ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ആവാം, റിപ്പൽഷൻ ആവാം. ആ ഇൻറ്ററാക്ഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ ഐഡിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും എ ബി ഇൻറ്ററാക്ഷൻ ഐഡൻറ്റിക്കൽ ടു AA or BB interaction. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്താണ് ഞാൻ പറഞ്ഞു? ബെൻസീൻ ടോൾവീൻ മിക്സറാണ് വിചാരിക്കുക. അപ്പോൾ ബെൻസീനും ടോൾവീനും ഒരേ ഹോമോലോഗസ് സീരീസിൽപ്പെട്ട മെമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരേ സ്വഭാവമായിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുക. അതുകൊണ്ട് ബെൻസീൻ ഇൻറ്ററാക്ഷൻ പ്യുവർ ബെൻസീൻ ഉണ്ടാവും, ടോൾവീൻ ഇൻറ്ററാക്ഷൻ പ്യുവർ ടോൾവീൻ ഉണ്ടാവും. എന്നാൽ മിക്സ് കഴിഞ്ഞതിന് ശേഷം ബെൻസീൻ ടോൾവീൻ ഇൻറ്ററാക്ഷൻ ഉണ്ടാവും. ആ ബെൻസീൻ ടോൾവീൻ ഇൻറ്ററാക്ഷനും ഇത് രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സൊല്യൂഷൻ ഉണ്ടാവൂ, ഐഡിയൽ ആവും. ഓക്കെ, ദെൻ അടുത്തത് മൂന്നാമത്തത് എന്തായിരിക്കും? AB ഇൻട്രാക്ഷൻസ് ഐഡൻറ്റിക്കൽ ടു A or BB ഇൻട്രാക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ രണ്ട് സാധനങ്ങൾ മിക്സ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡെൽറ്റ H മിക്സിങ് 0 ആയിരിക്കും.
ഡെൽറ്റ എച്ച് മിക്സിങ് 0 ആയിരിക്കും. എന്താ ഡെൽറ്റ എച്ച് മിക്സിങ്? എൻതാൽപ്പി ചേഞ്ച് ഓൺ മിക്സിംഗ് എന്നല്ലേ പറയാം. ആ എൻതാൽപ്പി ചേഞ്ച് ഓൺ മിക്സിംഗ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എൻഡോതെർമിക്കും അല്ല എക്സോതെർമിക്കും അല്ല. ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സോതെർമിക്. പോസിറ്റീവ് ആണെങ്കിലോ എൻഡോതെർമിക്. അപ്പോൾ എൻഡോതെർമിക്കും അല്ല എക്സോതെർമിക്കും അല്ല. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 സ്വഭാവങ്ങളാണ് ഇതിന്. ഐഡിയൽ സൊല്യൂഷൻ്റെ മെയിനായ പോയിന്റ് എന്താ? ആ സൊല്യൂഷൻ എല്ലാ കോമ്പോസിഷനിലും ഏത് ലോ ഒബേ ചെയ്യും? റൗൾസ് ലോ ഒബേ ചെയ്യും. അപ്പോൾ അത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടില്ല. അപ്പോൾ എന്താണ് വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ? എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ അറ്റ് ഓൾ കോമ്പോസിഷൻ. ക്ലിയർ ആയില്ലേ? വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് PS ഈക്വൽ ടു P01 പ്ലസ് P02 x2. അത് ശരിക്കും വേർഡ്സിൽ പറഞ്ഞാൽ ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ. അത് ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ ഏതിലോ ഒബേ ചെയ്യണം? റൗൾസ് ലോ. അപ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യണം എന്ന് പറഞ്ഞാൽ PS ഈക്വൽ ടു P01 x1 പ്ലസ് P02 x2 ആയിരിക്കും. അപ്പോൾ ഈ P01 x1 പ്ലസ് P02 x2 ആണ് ടോട്ടൽ ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ എങ്കിൽ ഇഫ് ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? പറയൂ. ദി കമ്പോണൻസ് ഒബേസ് വിച്ച് ലോ? റൗൾസ് ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ PS ഈക്വൽ ടു P01 x1 പ്ലസ് എന്താവും? P02 x2. PS ഈക്വൽ ടു P01 x1 പ്ലസ് P02 x2 ആണെങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആയല്ലോ. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാലോ? അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വന്നാൽ വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ? എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ. ഓക്കെ. ദെൻ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഫസ്റ്റ് വൺ ഈസ് ഡെൽറ്റ ബി മിക്സിംഗ് ഈക്വൽ ടു 0. എന്താ ഡെൽറ്റ ബി മിക്സിംഗ്? ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിംഗ് മൈനസ് ടോട്ടൽ വോളിയം ബിഫോർ മിക്സിംഗ്. ക്ലിയർ? ദെൻ പിന്നീട് ഞാൻ പറഞ്ഞത് എന്താണ്? AB ഇൻറ്ററാക്ഷൻ ഐഡൻറ്റിക്കൽ ടു AA ഓർ BB ഇൻറ്ററാക്ഷൻ. എന്താ AB ഇൻറ്ററാക്ഷൻ? ഫോർ എക്സാമ്പിൾ ബെൻസീൻ ആൻഡ് ടോൾവിൻ പറഞ്ഞില്ലേ? ബെൻസീനും ടോൾവിനും തമ്മിൽ ഉള്ള ഇൻറ്ററാക്ഷൻ ഏതിലുണ്ടാവുക? സൊല്യൂഷനിൽ. ബെൻസീൻ ഇൻറ്ററാക്ഷൻ ഏതിലുണ്ടാവുക? പ്യുവർ ബെൻസീനിൽ. ടോൾവിൻ ഇൻറ്ററാക്ഷൻ ഏതിലുണ്ടാവുക? പ്യുവർ ടോൾവിനിൽ. ക്ലിയർ? അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബെൻസീൻ ടോൾവിൻ ഇൻറ്ററാക്ഷൻ അതാണ് ഞാൻ AB ഇൻറ്ററാക്ഷൻ എന്ന രൂപത്തിൽ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ഫ്രണ്ടിൽ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്, എന്നാലും നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ. ദെൻ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0. എന്താ ഡെൽറ്റ എച്ച് മിക്സിംഗ്? എൻതാൽപ്പി ചേഞ്ച് ഓൺ മിക്സിംഗ്. എന്താണ്? എൻതാൽപ്പി ചേഞ്ച് ഓൺ മിക്സിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് എൻഡോതെർമിക്കും അല്ല എക്സോതെർമിക്കും അല്ല. ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ അതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ. ഇനി ഐഡിയൽ സൊല്യൂഷൻ അല്ലാത്തത് പറഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതിലും ഒബേ ചെയ്യില്ല? റൗൾസിൽ ഒബേ ചെയ്യില്ല. അപ്പോൾ റൗൾസിൽ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ ആണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് ഈ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയണം. ഓക്കെ. ക്ലിയർ ആയല്ലോ? യെസ്. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കറിയാം P1 ഈക്വൽ ടു P01 x1 ആണ്. ഇത് y ഈസ് ഈക്വൽ ടു mx അല്ലേ? y ഈസ് ഈക്വൽ ടു mx സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അതായത് y എഗെയിൻസ്റ്റ് x പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. ആ സ്ട്രേറ്റ് ലൈൻ 0 ഒറിജിനിലൂടെ പാസ് ചെയ്യും. അതാണ് ഏത്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇവിടെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, x1 ഉണ്ട് x2 ഉണ്ട്. അതേപോലെ P2 ഈക്വൽ ടു എന്തായിരിക്കും? P02 x2. അപ്പോൾ y ഈസ് ഈക്വൽ ടു mx ആയില്ലേ? അപ്പോൾ P2 എഗെയിൻസ്റ്റ് x2 ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്ട്രേറ്റ് ലൈൻ കിട്ടും. അത് ഏതിലൂടെ പാസ് ചെയ്യും? ഒറിജിനിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് മോൾ ഫ്രാക്ഷൻസും രണ്ട് സൈഡിലായിട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ താഴെ ഈ രണ്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിപ്പോൾ x1 എത്ര? 1, x2 എത്ര? 0. എന്തുകൊണ്ടാണ് x1 1ഉം x2 0 ആയത്? കാരണം x1 പ്ലസ് x2 എത്രയായിരിക്കും? 1 ആണ്. അപ്പോൾ x1 1 ആണ്, x2 എത്രയായിരിക്കും? 0. ഇവിടെ x1 എത്ര? 0. ഇവിടെ x2 1. ഇവിടെ നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുന്നത്? വേപ്പർ പ്രഷർ. ക്ലിയർ ആയില്ലേ? ഇവിടെ വേപ്പർ പ്രഷർ, ഇവിടെയോ മോൾ ഫ്രാക്ഷൻ. ഓക്കെ.
അത് യെസ് രണ്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് x1 കുറയുന്നു, അങ്ങനെ ഇങ്ങോട്ട് x2 എന്ത് ചെയ്യുന്നു കൂടുന്നു. ഓക്കെ, കുറയുന്നു. ക്ലിയർ ആയല്ലോ? x1 അങ്ങോട്ട് പോകുന്നതോറും കുറയുന്നു, ഇങ്ങനെ ഇവിടെ x2 1 ആണ്, അപ്പോൾ x2 ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് 0 ആവും. അപ്പോൾ നമുക്ക് ഗ്രാഫ് എന്താ P1 = P01 x1 അല്ലേ? അപ്പോൾ നമ്മൾ P1 എഗെയിൻസ്റ്റ് x1 വരക്കുമ്പോൾ എന്ത് കിട്ടും? സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഏത് ഇവിടെ പാസ് ചെയ്യും? ഒറിജിനിലോട്ട് പാസ് ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ x1 1 ആയാൽ P1 എത്ര? P01. x1 1 നമ്മൾ ഈ x1ന് 1 കൊടുത്തേ, അപ്പോൾ P1 എത്ര? P01. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗ്രാഫ് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് P01 ആണ്, ശരിയല്ലേ? അതേപോലെ നമ്മൾ ഏത് x2 1 ആണെങ്കിൽ വാട്ട് ഈസ് P2? P02. ഇവിടെ ഏതെങ്കിലും ഒരു P02 ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇത് എന്തായിരിക്കും? P02. രണ്ടിൻ്റെ പേപ്പർസ് ഒരേപോലെ അല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കൂടുതൽ കുറവുണ്ടാവും. ഞാനിവിടെ P01 കൂടുതൽ കാണിച്ചു. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പേരെന്താ? ഈ ഗ്രാഫിൻ്റെ പേര് P1 എഗെയിൻസ്റ്റ് x1. ഈ ഗ്രാഫിൻ്റെ പേരോ P2 എഗെയിൻസ്റ്റ് x2. ഇനി നമുക്കറിയാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത ടോട്ടൽ പേപ്പർ ആയില്ലേ, അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് പോയിന്റ് കൂടെ മീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് എന്തായിരിക്കും? ഇത് സ്ട്രെയിറ്റാണ് വരക്കേണ്ടത്. ഓക്കെ, ആ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാഫ് വരക്കുക. വരച്ചാൽ ഇത് എന്തായിരിക്കും? പറ PS എഗെയിൻസ്റ്റ് x മോൾ ഫ്രാക്ഷൻ 1 or 2. ഓക്കെ, x1 / x2. ക്ലിയർ ആയില്ലേ? ഇതാണ് ഏത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചത്? അതായത് ഞാൻ പറഞ്ഞു P1 = P01 x1, y = mx നിങ്ങൾ കഴിഞ്ഞ വർഷം മാത്സ് പഠിച്ചത്. അപ്പോൾ P1 എഗെയിൻസ്റ്റ് x1 വരച്ചാൽ എന്ത് കിട്ടും? സ്ട്രേറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രേറ്റ് ലൈൻ ഏതിലൂടെ പാസ് ചെയ്യും? 0 ഒറിജിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലൊരു പോയിന്റ് P01 ആയിരിക്കും. ആ P01 മാക്സിമം ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രാഫാണ് P1 എഗെയിൻസ്റ്റ് x1. ക്ലിയർ ആയില്ലേ? യെസ്, P1 എഗെയിൻസ്റ്റ് x1. ഇനി ഈ ഗ്രാഫ് P2 എഗെയിൻസ്റ്റ് x2. ഇത് സ്ട്രേറ്റ് ലൈൻ വരക്കേണ്ടത്. ഓക്കെ, ആ സ്ട്രേറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ ഗ്രാഫ് PS എഗെയിൻസ്റ്റ് x1 അല്ലെങ്കിൽ x2. ക്ലിയർ ആയോ? എന്താ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റ്? ഒന്നുമില്ലതാ, നോക്കിയതാ. ഇവിടെ ഇത് 1 അല്ലേ? സപ്പോസ് ഇവിടെ x1 0.9 ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ x1 0.9 ആണെങ്കിൽ, ഫോർ എക്സാമ്പിളാണ് പറയുന്നത്, 0.9 ആണെങ്കിൽ ഈ 0.9ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത് വരച്ചാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇത് ഇവിടെ മീറ്റ് ചെയ്തില്ലേ? അപ്പോൾ ആ പോയിൻ്റ് ഇതെന്തായിരിക്കും? ആ സമയം x1 0.9 ആകുമ്പോൾ ഉള്ള P2 ആയിരിക്കും ഇത്. അതേ x1 0.9 ആകുമ്പോൾ P1 എത്രയായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഇവിടത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ കിട്ടും P1. ഇനി അന്നേരമുള്ള ടോട്ടൽ പേപ്പർ എത്രയായിരിക്കും? അത് ഇവിടത്തേക്ക് നീട്ടുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ മതി. കണ്ടില്ല? രണ്ടും ഒന്നില്ലേ? ഈ പ്രഷർ എന്തായിരിക്കും? ഇതായിരിക്കും ഏത് ടോട്ടൽ പേപ്പർ പ്രഷർ. അത് രണ്ടും ഒരേപോലെ കണ്ടില്ലേ? ടോട്ടൽ പേപ്പർ പ്രഷർ അത്ര അങ്ങനെ നമുക്ക് പരീക്ഷ ചോദിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഗ്രാഫ് വരക്കുന്ന മെത്തേഡ് ഒന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് വരക്കാം. എങ്ങനെ വരക്കുക? ക്ലാസ്സിൽ നിങ്ങളില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നതാണ്. യെസ്, ഇങ്ങനെ ഒരു ഗ്രാഫ് വരക്കുക. ഓക്കെ, ചെറുത് വരച്ചാൽ മതി. എന്നിട്ട് ഇവിടെ എന്താ? x1 = 1, x2 എത്ര? 0. ഇവിടെ x1 എത്ര? 0, x2 1. ഇവിടെ എന്താ നമ്മൾ എഴുതേണ്ടത്? മോൾ ഫ്രാക്ഷൻ. ഇവിടെ എന്താ നമ്മൾ എഴുതേണ്ടത്? മോൾ ഫ്രാക്ഷൻ എഴുതി. ഇവിടെ എന്താ എഴുതേണ്ടത്? പറഞ്ഞോളൂ. വേപ്പർ പ്രഷർ. ഓക്കെ, ഇനി എങ്ങനെ ഗ്രാഫ് കിട്ടുക? P1 എഗെയിൻസ്റ്റ് x1 വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗ്രാഫ് വരക്കാം. ഇതെന്തായിരിക്കും? ഈ പോയിന്റ് P0. P2 എഗെയിൻസ്റ്റ് x2 വരച്ചാൽ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഇതെന്താ? P02. ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്താൽ ഇത് PS. ഇത് ടോട്ടൽ പേപ്പർ PS എഗെയിൻസ്റ്റ് x എഴുതിയാൽ മതി. ഇതോ? ഈ ഗ്രാഫിൻ്റെ പേര് P1 എഗെയിൻസ്റ്റ് x1. ഈ ഗ്രാഫിൻ്റെ പേരോ P2 എഗെയിൻസ്റ്റ് x2. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് യെസ്. അപ്പോൾ വാട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ? എ സൊല്യൂഷൻ which obeys Raoult's law at all composition is called
an ideal solution. Then what are the properties of ideal solution? ഒന്ന്, AB interaction identical to AA or BB interaction. രണ്ടാമത്തെ പോയിന്റ്, ഡെൽറ്റ ബി മിക്സിങ് ഈക്വൽ ടു 0. അടുത്ത പോയിന്റ്, ഡെൽറ്റ എച്ച് മിക്സിങ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? ഇനി ഗ്രാഫ് വരച്ചിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ എല്ലാവർക്കും ഐഡിയൽ സൊല്യൂഷൻ മനസ്സിലായോ? യെസ്. ഇനി ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്നറിയോ? ആ രണ്ടെണ്ണത്തിനും ഏകദേശം ഒരേ പ്രോപ്പർട്ടി ആയിരിക്കണം. ഇപ്പം നമ്മൾ കണ്ടു ഏത് ബെൻസീനും ടോളുവിനും മിക്സ് ആക്കുന്ന പോലെ തന്നെ ഇപ്പോൾ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് CCl4, അതുപോലെ CBr4. യെസ്, ഇത് രണ്ടും നമ്മൾ മിക്സ് ആക്കിയിരിക്കാം. ഇത് രണ്ടും ഒരേ ഫാമിലിയാണ്. അതുപോലെ ക്ലോറോഫോമില്ല CCl3. നമുക്കറിയാം ക്ലോറോഫോമിൻ്റെ പ്രത്യേകത ഡൈപോൾ മൊമെൻറ്റ് 0 അല്ല. കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ ഡൈപോൾ മൊമെൻറ്റ്, ഇത് പോളാർ മോളിക്യൂളാണ് ക്ലോറോഫോം. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോഫോം പോളാർ മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ വേറൊന്ന് മിക്സ് ആക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനേക്കാൾ കൂടുതൽ അട്രാക്ഷനോ അങ്ങനെയുള്ള ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ക്ലോറോഫോം ഒഴിവാക്കിയിട്ടുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡ് CBr4 പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോറോബെൻസീൻ ഉണ്ടോ? C6H5Cl ക്ലോറോബെൻസീൻ പ്ലസ് ബ്രോമോബെൻസീൻ C6H5Br. ഇത് രണ്ടും മിക്സ് ആക്കിയത് സൊല്യൂഷനാണ്, ഐഡിയൽ സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇനി മെത്തനോളും എത്തനോളും മിക്സ് ആക്കുന്നത്, കാരണം മെത്തനോൾ ഒരേ ഫാമിലി അല്ലേ, ഐഡിയൽ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ തുടക്കം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഐഡിയൽ സൊല്യൂഷൻ മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ ഉദാഹരണം ഉണ്ടാക്കാം? ഏതാണ്ട് ഒരേ ഫാമിലിയിൽപ്പെട്ട രണ്ട് ഓർഗാനിക് ലിക്വിഡ്സ് മിക്സ് ആക്കിയാൽ മതി, അപ്പോൾ അത് ഐഡിയൽ സൊല്യൂഷനായി മാറും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഐഡിയൽ സൊല്യൂഷൻ ക്ലിയർ ആയി വിചാരിക്കണേ. യെസ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. എന്താ പറയാൻ വേണ്ടി പോകുന്നത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ നമ്മൾ റൗൾസ് ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കില്ല. ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ റൗൾസ് ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഉപയോഗിച്ച് നമ്മൾ PS = P01 x1 + P02 x2 അല്ലേ പറഞ്ഞത്? അത് നോട്ട് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ അതിനെ വിളിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. പഠിച്ചില്ലേ? അപ്പോൾ എന്താ നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ ഏതിലോ ഒബേ ചെയ്യാൻ പാടില്ല. പറഞ്ഞു, ഒരു സൊല്യൂഷൻ ഏതിലോ ഒബേ ചെയ്യാൻ പാടില്ല, റൗൾസ് ലോ ഒബേ ചെയ്യാൻ പാടില്ല. ഇനി അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് രണ്ട് ടൈപ്പ്? ഒന്ന് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷനും, രണ്ടോ നെഗറ്റീവ് ഡീവിയേഷനും. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ക്ലിയർ ആയില്ലേ? ആ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് തന്നെ ഏകദേശം അതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാക്കാം. എന്താണ്? ഞാനൊരു ഉദാഹരണം പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ ഇതിൽ നമുക്ക് എത്തനോൾ അറിയില്ലോ, C2H5OH അല്ലേ എത്തനോളും അതുപോലെ തന്നെ നമ്മൾ സൈക്ലോഹെക്സൈൻ ഇത് രണ്ടും മിക്സ് ആക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഉദാഹരണം തന്നെ ആയിക്കോട്ട് വെച്ചിട്ടാണ്. എത്തനോളും സൈക്ലോഹെക്സൈനും മിക്സ് ആക്കുന്നു. എല്ലാവർക്കും സൈക്ലോഹെക്സൈൻ്റെ ഫോർമുല അറിയില്ലേ? ഇതല്ലേ സൈക്ലോഹെക്സൈൻ? നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളാണ് സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഇതിന് വാൻ ഡെർ വാൾസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്തനോളിൽ OH ഇല്ലേ, അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ എത്തനോളും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കഴിഞ്ഞ നമ്മൾ പഠിച്ചാൽ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതേ സമയത്ത് സൈക്ലോഹെക്സൈനും തമ്മിൽ ഇൻ്ററാക്ഷൻ കാര്യമായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? വാൻ ഡെർ വാൾസ് ഫോഴ്സ് അല്ലേ, നമ്മളെ ലണ്ടൻ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? പിന്നെ ഈ എത്തനോളും സൈക്ലോഹെക്സൈനും മിക്സ് ആക്കിയാൽ ഒരു പറയത്തക്ക ഇൻട്രാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അവിടെയും വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഉണ്ടാവാൻ വഴിയുള്ളൂ. പക്ഷേ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഏറ്റവും വീക്കാണ്. എന്നാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഏതിനേക്കാൾ സ്ട്രോങ് ആണ്? വാൻ ഡെർ വാൾസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തനോളും സൈക്ലോഹെക്സൈനും മിക്സ് ചെയ്താൽ അവിടെയുള്ള ഇൻറ്ററാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അത് ഏതിനേക്കാൾ വീക്കാണ്? എത്തനോളും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാൾ വീക്കാണ്. ഏതെങ്കിലും ഒരു ഇൻട്രാക്ഷൻ എടുത്താൽ ഒന്നിക്കിൽ എത്തനോൾ ഇൻട്രാക്ഷൻ വീക്കാവണം, എത്തനോൾ ഇൻട്രാക്ഷൻ പിന്നെ അല്ലെങ്കിൽ സൈക്ലോഹെക്സൈൻ ഇൻട്രാക്ഷൻ. ഇതിൽ ഏതൊന്നും നോക്കിയാൽ മതി. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ഞാൻ എന്താ പറഞ്ഞത്? എത്തനോളും സൈക്ലോഹെക്സൈനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. ക്ലിയർ?
പക്ഷേ എത്തനോളും തമ്മിലുള്ള ഇൻട്രാക്ഷനോ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. ഈ എത്തനോൾ സൈക്ലോഹെക്സെയിൻ ഇൻട്രാക്ഷനായ ഏത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, എത്തനോൾ സൈക്ലോഹെക്സെയിൻ ഇൻട്രാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്, അത് വീക്കാണ്. ഏതിനേക്കാൾ? എത്തനോളിനേക്കാൾ വീക്കാണ്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമ്മൾ സൈക്ലോഹെക്സെയിൻ നോക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി. അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ എന്തായിരിക്കും? എ ബി ഇൻട്രാക്ഷൻ വീക്കർ ദാൻ എന്തായിരിക്കും? എ ഓർ ബി ബി ഇൻട്രാക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഏത് സൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ? ബോർഡിൽ ഇരുന്ന് ശ്രദ്ധിക്കുക. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 2. അതിൽ ഒന്നാണ് ഞാൻ എഴുതിയ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനിപ്പം പറഞ്ഞത്. എന്താണ്? എത്തനോൾ സൈക്ലോഹെക്സെയിൻ സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. അതെന്താ അതിന് കാരണം? അതിന് കാരണം എത്തനോളും സൈക്ലോഹെക്സെയിനും തമ്മിൽ ഉള്ള ഇൻട്രാക്ഷൻ, സൊല്യൂഷനിലുള്ള ഇൻട്രാക്ഷൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അത് വളരെ വീക്കാണ് ഇതിനേക്കാൾ, എത്തനോൾ ഇൻട്രാക്ഷനേക്കാൾ. അപ്പോൾ നമുക്ക് സംശയം വരും, സൈക്ലോഹെക്സെയിൻ ഏതെങ്കിലും ഒരെണ്ണം കമ്പയർ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. എന്താണ്? യെസ്, ഒന്നാമത്തെ പണി ഇങ്ങനെ എഴുതാം. ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ of the solution greater than that is expected from Raoult's law. Okay, Raoult's law. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ശരിക്ക് ഏതെന്നോ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, യെസ്, എ ബി ഇൻട്രാക്ഷൻ വീക്കർ ദാൻ എ ഓർ ബി ബി ഇൻട്രാക്ഷൻ.